മാത്സിലേക്ക് വീണ്ടും കൂട്ടുകാർക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി ഇതിൽ നിന്നുള്ള ചില ഉപചോദ്യങ്ങളെ എങ്ങനെയൊക്കെ വരാം എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ക്ലാസ്സിലേക്ക് തുടങ്ങാം. എൻഡിങ് സീറോസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോ അതിന് കിട്ടുന്ന ഉത്തരത്തില് അവസാനം എത്ര പൂജ്യങ്ങള് വരുന്നു. ക്ഷമിക്കാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ ഉദാഹരണത്തിലൂടെ നമ്മൾ പരിശോധിക്കാം. നോക്ക്, 1 × 2 × 3 × 4 × 5 അങ്ങനെ 9 × 10 ഇത്രയും നമ്പറുകൾ ഗുണിക്കുമ്പോ വലിയൊരു നമ്പർ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? ആ ആൻസറിന്റെ അവസാനം എത്ര സീറോ വരും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഗുണിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അവസാനത്തെ നമ്പർ എത്രയാണ്? 10 അല്ലേ? ഈ 10ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പൂജ്യങ്ങളുടെ എണ്ണം കിട്ടാൻ 10ന് മാത്രം. നോക്ക്, ആ 10നെ നമ്മൾ ചെയ്യുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 10ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അപ്പോ ആൻസർ ആയി കഴിഞ്ഞു 2 0. അതായത് 2 പൂജ്യങ്ങളാണ് ഈ നമ്പറെല്ലാം ഗുണിച്ചാൽ അവസാനം ഉണ്ടാവുക. ഏറ്റവും അവസാനത്തെ നമ്പറിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് സാർ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. നോക്ക്, 1 മുതൽ 10 വരെ ഗുണിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ഈ ഒരു പൂജ്യം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ആ പൂജ്യം ഉറപ്പായിട്ട് അവസാനം ഉണ്ടാവുമല്ലോ, 0 ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പിന്നെ നോക്ക്, ഇവിടെ 2 ഉണ്ടല്ലോ, ഇവിടെ 5 ഉണ്ടല്ലോ. ഈ 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടുമല്ലോ. അപ്പോ ഇത് 2 മൾട്ടിപ്ലൈ കിട്ടുന്ന 10ലും ഒരു പൂജ്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പൂജ്യമായി. ഇത് 2ഉം ഗുണിച്ചപ്പോഴ് അതിലും ഒരു പൂജ്യം കിട്ടി, 2 പൂജ്യമായി. വേറെ പൂജ്യം ഉണ്ടോ നോക്കാം. നോക്ക്, 1നെ 3 കൊണ്ട് ഗുണിച്ച പൂജ്യം കിട്ടില്ല, 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടില്ല, 6 നോ, 7 പറ്റില്ല, 8 പറ്റില്ല, 9 പറ്റില്ല. അപ്പോ ആകെ പൂജ്യം കിട്ടുന്നത് എത്രയാണ്? ഒരു പൂജ്യം ഇവിടെയും ഒരു പൂജ്യം ഇവിടെയും, ആകെ 2 പൂജ്യം. ആ 2 പൂജ്യം ആണ് 10/5 2 എഴുതിയത്. അപ്പൊ എന്താണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം എന്നറിയോ പ്രിയപ്പെട്ടവരെ? 2ഉം 5ഉം ഗുണിക്കുമ്പോഴാണ് 10 ഉണ്ടാകുന്നത്. അപ്പോ അവിടെ 2കൾ ഒരുപാടുണ്ട്, 5കൾ കുറച്ചേ ഉള്ളൂ. നോക്ക്, 2കൾ എങ്ങനെയാണ് ഒരുപാടുള്ളത്? ഒരു 2 ഇവിടെയുണ്ട്. ഈ 4ല് ദാ 2 ഉണ്ട്, 6ലുണ്ട് 2 ഇല്ലേ? 2കൾ ഒരുപാടുണ്ട്, പക്ഷെ 5കൾ അത്രക്കില്ല. അപ്പൊ 2ഉം 5ഉം ഗുണിച്ചാൽ മാത്രമേ 10 കിട്ടുള്ളൂ. അപ്പൊ 5കൾ കുറവായത് കൊണ്ടാണ് 5കൾ എവിടെയുള്ളൂ? ഒരു 5 ഇവിടെയുണ്ട്, ഒരു 5 ഇവിടെയുണ്ട്. 10ല് 2 × 5 ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 5കളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എത്ര 5 ഉണ്ടോ അത്രയും പൂജ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 10ന് 5 കൊണ്ട് ഹരിക്കുമ്പോ 2 എണ്ണം കിട്ടി, അപ്പൊ 0 കിട്ടി. അപ്പൊ മനസ്സിലായല്ലോ? ഇങ്ങനെ ഗുണിച്ചെഴുതുമ്പോ അവസാനം എത്ര പൂജ്യം ആ നമ്പറിൽ കിട്ടും എന്ന് ചോദിച്ചാല് അതിന്റെ ആൻസറില് 2 എന്ന് വരും. അവസാനത്തെ നമ്പറിന് 5 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ 1 മുതൽ 100 വരെ ഉണ്ട്. ശ്രദ്ധിക്കാം, 100നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നു. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും അറിയാം? 20 അറിയാലോ. കാരണം 10ല് 5 2 നോക്കുക, 10ല് ഈ 5 2 തവണ പോയി, പിന്നെ അവിടെ 0 വരുമല്ലോ, 20 വരും. ആയിട്ടില്ല, 20 അല്ല ആൻസർ വരില്ലേ. ആ 20നെ വീണ്ടും എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4. അപ്പൊ ആൻസർ 20ഉം 4ഉം കൂട്ടുക. അപ്പൊ 20ഉം 4ഉം കൂട്ടുക. ഞാൻ പറഞ്ഞുതരാ, ഇതെല്ലാം പറഞ്ഞുതരാ, 24 എന്ന് കിട്ടും. എപ്പോഴാണ് ആദ്യം ഹരിച്ച് കിട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആൻസറിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആദ്യം ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 5ഓ 5ൽ കൂടുതലോ ആയാല് അത് വീണ്ടും ഡിവൈഡ് ചെയ്യണം. എന്നാൽ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 5ൽ കുറവായാൽ അത് തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് 20 വന്നു, 20 5ൽ കൂടുതലാണ്, വീണ്ടും 5നെ കൊണ്ട് ഡിവൈഡ്, 20ൽ 5 കൊണ്ട് ഹരിക്കാം, അപ്പൊ 4 കിട്ടി. അപ്പൊ ഈ 20ഉം 4ഉം കൂട്ടിയാൽ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര 0 വരും? ഇവിടെ 24 0 വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ സംശയിക്കും, സാർ അവസാനം 0 വേണോന്ന്. നോ, നോക്കിതാ 1 മുതൽ 72 വരെ ഉണ്ട് വിചാരിച്ചോ. 1 മുതൽ 72 വരെ ഉണ്ടാവുമ്പോ ഞാനിത് വായിക്കുന്നേ.
1 മുതൽ 72 വരെ ഉണ്ടാവുമ്പോ കണ്ടോ 72നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്ക് 72നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 5 1 ഒരു 5 5 നമ്മൾ എങ്ങനെ സാധാരണ ഡിവൈഡ് ചെയ്യാം? 7 5 പോയാല് 2 ബാക്കി 2 നമ്മൾ താഴ്ത്തി ഇടുമല്ലോ. 2 22 22 എത്ര 5 4 5 എത്ര വരും 20 ബാക്കി എത്ര വരും 2. ഓക്കെ ഈ 2 നമുക്ക് ആവശ്യം ഇല്ല. അപ്പൊ 72ൽ എത്ര 5 ഉണ്ട്? 14 5 ഉണ്ട്. 14 5 ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ എത്ര 72നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 14. റിമൈൻഡർ വേണ്ട, 14 5 വീണ്ടും നമുക്ക് ഈ 14ന് എന്ത് ചെയ്യണം? വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 14ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2. സംശയം ഉണ്ടാ? 14ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതാം. 14ന് ഇത് 5 10. ഓക്കെ 10 4 നമുക്ക് ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ എത്ര 14ൽ എത്ര 5 ഉണ്ട്? 2 5. അപ്പൊ ഉത്തരം 2. അപ്പൊ ഈ 14ഉം 2ഉം കൂട്ടുക. 14ഉം 2ഉം കൂട്ടി എത്ര കിട്ടി? 16 എന്ന് പറയുന്ന 0 കിട്ടി. അപ്പൊ ഇതിൽ എത്ര 0 ഉണ്ടാവും? 16 സീറോസ് ഉണ്ടാവും. ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ അവസാനം 0 തന്നെ വരണമെന്നില്ല ഉത്തരം കണ്ടുപിടിക്കാൻ. ഏത് നമ്പർ ആയാലും മതി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടത്തിന് ഒഴിവാക്കുക. ഈ കിട്ടുന്ന വില 5 5 കൂടുതലോ ആണെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്യണം ഓർമ്മിക്കാം. ഓക്കെ 5 കുറവാണെങ്കിൽ അത് തന്നെ ആയിരിക്കും ആൻസർ വരിക. അപ്പൊ 14 വന്നത്. 14ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ 14ഉം 2ഉം 16 ആൻസർ കിട്ടും. അപ്പൊ ഈ ടൈപ്പ് കുഴപ്പമില്ലല്ലോ, മനസ്സിലായല്ലോ. ഇനി നോക്ക്, ഈ ഒരു ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ വലിയൊരു നമ്പർ കിട്ടും. എന്തുകൊണ്ട്? 2⁸8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 2 × 2 × 2 × ഇങ്ങനെ ഇങ്ങനെ 8 എണ്ണം എഴുതൂലേ? 1 2 3 4 5 6 7 8. ഈ 8 എണ്ണം എഴുതുന്നതിന്റെ കണക്കാണ് ഈ 2⁸8. 8 എണ്ണം ഉണ്ടാവും. ഈ 5 എത്ര ഉണ്ടാവും? 11 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കൂടെ × 5 × 5 × 5 ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? അതും 11 എണ്ണം ഉണ്ടാവും. ഇതെല്ലാം കുളിച്ച് കിട്ടുന്ന ആ വലിയ നമ്പറിന് എത്ര സീറോ ഉണ്ടാവും എന്നാണ് ചോദ്യം. നോക്കാം എങ്ങനെയാണ് സീറോ ഉണ്ടാവുന്നത്. 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അല്ലെ 0 10 കിട്ടുന്നത്. നോക്ക് ഈ 2 നോക്കിയതാ നമുക്ക് നോക്കാം. ഈ 2 ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഈ 5ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഒരു 10ന്റെ ഒരു 0 കിട്ടി. ഈ 2 അടുത്ത 5ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴും ഒരു 10നെ കിട്ടി. ഈ 2 അടുത്ത 5ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴും ഒരു 10നെ കിട്ടി. അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര 2കളായില്ലേ? 8 2കളുണ്ട്. 5കൾ എത്ര ഉണ്ട്? 11 എണ്ണം ഉണ്ട്. പക്ഷെ 8 2നല്ലേ 8 5നെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര 0 വരിക? 8 0 വരും. മനസ്സിലായോ? ഇവിടെ 8 2 ആയില്ലേ? 8 എണ്ണ 2 ഉള്ളത്. ഇവിടെ 5 ഉള്ളത് 11 എണ്ണം ഉണ്ട്. പക്ഷെ 11 5 ഉണ്ടായിട്ട് കാര്യമില്ല. 2ഉം 5ഉം ചേരുമ്പോഴേ 10ന്റെ ജോഡി വരില്ലേ? അപ്പൊ 2ഉം 5ഉം വരുന്ന എത്ര ജോഡി ഉണ്ടാവും എന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് നോക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താ? ഏത് കൃതിയാണോ പവർ ആണോ കുറവ് അത്രയും 0കൾ വരും. അപ്പൊ ഇവിടെ കുറവ് എത്ര? 8 2 ഉള്ളൂ. ഇവിടെ 11 5 ഉണ്ട്. പക്ഷെ 8 2 ഉള്ളൂ. അപ്പൊ 8 0 അതിൽ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ആൻസർ വരിക 8 0. മനസ്സിലായോ? 8 0കൾ ഉണ്ടാവും. 8 0 8 0കള് മലയാളത്തില് 0കള്. ഓക്കെ മലയാളത്തില് 0കൾ. ഇവിടെ നോക്ക് 2⁻2 13 ഉണ്ട്. 5 11 എണ്ണേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഈ 2ഉം 5ഉം ജോഡിയാക്കുമ്പോ 2ന്റെ ജോഡി എത്ര ഉണ്ടാവുള്ളൂ? 5 11 ആളല്ലേ ഉള്ളൂ. അപ്പൊ 11 2നെ എടുത്തിട്ട് ജോഡിയാക്കി കൂടെ? അത്രയും 0 വരുള്ളൂ. അപ്പൊ ഇവിടെ എത്ര വരും? 11 സീറോസ് വരും. അപ്പൊ എങ്ങനെയാണ് ഓർമ്മിക്കുക? ശ്രദ്ധിക്കുക, ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 2ന്റെയും 5ന്റെയും പവേഴ്സ് തമ്മിൽ തന്നാല് എത്ര 0കൾ ഉണ്ട് എന്ന് ചോദിച്ചാല് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഏത് പവറാണോ കുറവ് അത്രയും സീറോസ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇവിടെയാണ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്. ഗുണിച്ച് തന്നാല് ഡിവൈഡ് ചെയ്ത് നോക്കണം. മറ്റെടുക്ക ഏതിന്റെ പവറാണോ കുറവ് അത്രയും സീറോസ് ഉണ്ടാവും. ഓക്കെ അപ്പൊ ഇത് ആൻസർ കിട്ടിയല്ലോ. ഇനി ഇതാ ഈ ഒരു കോംപ്ലിക്കേഷൻ പിടിച്ച ഒരു ചോദ്യം. ഇത് പരീക്ഷകൾക്കെല്ലാം വരുന്ന ചോദ്യമാണ്. 4⁻6 × 5⁻8.
ഇവിടെ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഏറ്റവും ചെറിയ പവർ 6 ആണ്, അപ്പൊ 6 0 എന്ന് വിചാരിക്കും. തെറ്റാണ്. ശ്രദ്ധിക്കുക, 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0 വരുന്നത്. ഇവിടെ 2 അല്ല ഉള്ളത്, 4 ആണ് ഉള്ളത്. അപ്പൊ ഈ 4നെ നമ്മൾ എന്ത് ചെയ്യും? 2ന്റെ പവർ ആക്കിയിട്ട് എഴുതും. അപ്പൊ അത് എന്ത് വരും? 2 സ്ക്വയർ ഓൾ റൈസ് ടു 6 എന്ന് വരും. ഇൻറ്റു 5 8 വരും. കറക്റ്റ് അല്ലേ? ഇതിന് നമുക്ക് എന്തായി? കൃതിയുടെ നിയമം, പവറിന്റെ എക്സ്പോണൻസ് ലോ പ്രകാരം 2 ഇൻറ്റു 6 എന്ന് വരും. അപ്പൊ 2 റൈസ് ടു 12 ഇൻറ്റു 5 റൈസ് ടു 8 എന്ന് വരും. അപ്പൊ ഇനി നോക്കാം, 2ഉം 5ഉം നോക്കിയാൽ മതി. അപ്പൊ ഏറ്റവും ചെറിയ പവർ ഏത്? അതാണ് ആൻസർ വരല്. ഏറ്റവും ചെറിയ കൃതി വരുന്നത് 8 അല്ലേ? 8 അല്ലേ ചെറുത്? ഇത് 12 അല്ലേ? അപ്പൊ എത്ര 0 വരും? 8 zeros വരും. 8 പൂജ്യങ്ങൾ വരും. 8 പൂജ്യങ്ങൾ വരും. ഓക്കെ, അപ്പോഴേ എന്താ ചെയ്യേണ്ടത്? 2ന്റെ പവറാണ് തന്നിരുന്നതെങ്കിൽ കുഴപ്പമില്ല, ഏറ്റവും ചെറിയ പവർ നോക്കിയാൽ മതി. 2ന്റെയും 5ന്റെയും ചെറിയ കൃതി നോക്കിയാൽ മതി. 2ന്റെ പവറിലല്ല തന്നതെങ്കിൽ അതിനെ 2ന്റെ പവറിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. ഓക്കെ, ആ മാറ്റിയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൃതി നിയമങ്ങളുണ്ട്. ഒരു കൃതിക്ക് മറ്റൊരു കൃതി വന്നാല്, ഒരു എക്സ്പോണന്റ്, ഒരു പവറിന് മറ്റൊരു പവർ വന്നാല് പവറും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തിന് പവർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ നോക്കുന്നത്? 2ഉം 5ഉം വന്നു, അപ്പൊ ചെറിയ പവർ 8 zeros. അതിന്റെ മനസ്സിലായല്ലോ? അപ്പൊ ഈ തരത്തില് മാത്രമാണ് സീറോസിന്റെ എണ്ണം പരീക്ഷകൾക്ക് വരുന്നത്. അത് മനസ്സിലാക്കണം. ഒന്നിക്കിൽ ഈ മോഡല് അല്ലെങ്കിൽ ഈ മോഡല്. ഓക്കെ, ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ നമ്പറുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.